അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആക്ട്സ് ചാപ്റ്റർ 1. ആക്ട്സ് ചാപ്റ്റർ 1. അവിടെ എഴുതിയിരിക്കുന്ന തിയോഫിലസിന് വേണ്ടി ലൂക്കോസ് എഴുതുന്ന ഒരു ടെസ്റ്റ്മണിയാണിത്. അവിടെ എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിൻ്റെ ശേഷമുണ്ടായ ദൈവപ്രവൃത്തികൾ അവിടെ വെളിപ്പെട്ട് വരുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി മൊത്തം എഴുതിയിരിക്കുന്നത് ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് ഇറങ്ങിയ ശേഷം ദൈവത്തിൻ്റെ പ്രവൃത്തി ജനത്തിൻ്റെ മേൽ വെളിപ്പെട്ടത്, അതാണ് അവിടെ വെളിപ്പെട്ട് വരുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് കർത്താവ് ശിഷ്യന്മാരെ കർത്താവ് അയച്ച് ആമേൻ ലോകം മുഴുവൻ പോകണമെന്ന് പറഞ്ഞ് സാക്ഷികളാകാൻ വേണ്ടി വിടുന്ന ആ ഒരു ഗ്രേറ്റ് കമ്മീഷൻ്റെ ഫുൾഫിൽമെൻറ്റ് ആരംഭിക്കുന്നത് ഒരു അധ്യായമാണ്, ഒരു പുസ്തകമാണ് ദ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്. നിങ്ങൾ ചില ഹിസ്റ്ററി വായിക്കുകയാണെങ്കിൽ ആക്ട്സ് ഓഫ് പീറ്റർ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അത് എത്രത്തോളം ഒത്തൻറ്റിക്കാന്ന് നമുക്കറിയത്തില്ല, ആസ് വി സ്പോക്ക് ലാസ്റ്റ് ടൈം. പക്ഷേ ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പത്രോസിന് തന്നെ ഒരു പുസ്തകമുണ്ട്. അവനൊരു മകളുണ്ടായിരുന്നു, ആ മകൾ കിടപ്പിലായിരുന്നു ഒക്കെ പറയുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പം ജനം വന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിൻ്റെ മകൾ കിടപ്പിലായിരിക്കുന്നത്, നീ എന്തുകൊണ്ട് ബാക്കി പ്രാർത്ഥിക്കുമ്പോൾ ബാക്കിയുള്ള സൗഖ്യം ആകുന്നത്, ഇവർക്ക് സൗഖ്യമാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പീറ്റർ പറയുന്നുണ്ട്, റൈസ് അപ്പ് റൈറ്റ് നൗ. അവൾ എഴുന്നേറ്റ് വന്നു, അവൾ നടന്നു. അപ്പം പത്രോസ് ചോദിച്ചു, നിങ്ങൾ നടന്നത് കണ്ടോ? ഓക്കെ, നൗ ഗോ ബാക്ക് ആൻഡ് സ്ലീപ്പ്. നീ തിരിച്ചു പോയി പാരലൈസ് ഒക്കെ കിടന്നോളാൻ പറഞ്ഞു. കാരണം അദ്ദേഹം അവിടെ ഇങ്ങനെ എഴുതിക്കുന്നത്, ഈ പത്രോസിൻ്റെ മകൾ, എനിക്കിത് ഉറപ്പില്ല, കാരണം ഇത് പത്രോസിൻ്റെ ആക്ട്സ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം പീറ്ററിൻ്റെ ബുക്കാണ്, എന്നാലും അത് പറയുന്നത് അത് പീറ്ററിൻ്റെ തന്നെ ആക്ട്സ് എന്ന് പറയുന്നത്. കാരണം പത്രോസ് മാരീഡ് ആയിരുന്നു, പത്രോസിൻ്റെ ഭാര്യയും അമ്മായിമ്മയൊക്കെ അമ്മായിമ്മയുടെ കാര്യം ബൈബിളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പത്രോസിൻ്റെ മകൾ ഇച്ചിരി ഉഴപ്പായിരുന്നെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, അത് വായിച്ചിട്ടുള്ളത്. അദ്ദേഹം ദൈവമേ, എൻ്റെ മകൾ സ്വർഗത്തിലെത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, നിത്യത നഷ്ടപ്പെട്ടു പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അപ്പം ദൈവം പറഞ്ഞു, അവൾ പാരലൈസ് കിടപ്പായി പോയാൽ അവിടെ ആത്മാവ് രക്ഷപ്പെടും, ശരീരം അത് പണിഷാകുന്ന. അങ്ങനെ പറഞ്ഞപ്പോൾ പത്രോസ് അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തെന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതേ സെയിം അഭിഷേകം ഇംപ്ലിമെൻ്റ് ആകേണ്ടിയ ഒരു അനുഭവമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അവിടെ 1-ാം അധ്യായത്തിൻ്റെ 3 തൊട്ട് എന്നെ വായിച്ച് സഹായിക്കാം മലയാളത്തിൽ. അപ്പോസ്തലപ്രവൃത്തി 1-3 തൊട്ട് മലയാളത്തിൽ വായിച്ച് സഹായിക്കാം. സെൻറ്റി വായിച്ചു. ഇവിടെ എഴുതിക്കുന്ന കാര്യമുണ്ട്, യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ വാദത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാത്തിരിക്കണം. 4-ാം വാക്യത്തെ ആൻറ്റി ഒന്നുകൂടി വായിക്കാമോ? 4th verse. അങ്ങനെ അവൻ അവരുമായി കൂടി ഇരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോവാതെ ഞാൻ പറഞ്ഞ എന്നോട് കേട്ട ദൈവികമായ പ്രോമിസിന് വേണ്ടി കാത്തിരിക്കാനുള്ള വാഗ്ദത്തമാണ്. ദാറ്റ് ഈസ് ദ പ്രോമിസ് ഓഫ് ഗാഡ്. എന്താ എൻ്റെ പ്രോമിസ്? യേശു കർത്താവ് കൊടുത്ത ഒരു പ്രോമിസാണ്. എന്ത്? പരിശുദ്ധാത്മാവിനെ ഞാൻ തരും. ഐ വിൽ ഗിവ് യു എ ഹെൽപ്പർ. ഞാൻ പോകും, എൻ്റെ ഫിസിക്കലായ ശരീരം ഇവിടുന്ന് എടുക്കപ്പെടും. പക്ഷെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ആത്മാവിനെ പിതാവിന് പറഞ്ഞിട്ട് ഐ ഷാൽ ഗിവ് യു മൈ ഹോളി സ്പിരിറ്റ്. അവിടെ എങ്ങനെയാണ്? നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിനുവേണ്ടി നിങ്ങൾ യെരൂശലേമിൽ നിങ്ങൾ കാത്തിരിക്കണം. ഇതിനു വേണ്ടി ഞാൻ പറഞ്ഞ എന്നിൽ കൂടെ കേട്ട ദൈവത്തിൻ്റെ പ്രോമിസിന് കാത്തിരിക്കണം. എന്താ ഇരിക്കുന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊക്കെ ഒരു മടിയുള്ള കാര്യമാണ്. ഇരിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഇരിക്കുന്നത് പലപ്പോഴും എന്തിനു വേണ്ടിയാണ്? ഇരിക്കുന്നത് പ്രാപിക്കാൻ വേണ്ടിയാണ്. സ്കൂളിൽ പോയാൽ ടീച്ചർ നിൽക്കും, പിള്ളേർ ഇരിക്കും. എന്താ പിള്ളേർ ഇരിക്കുന്നത് ടീച്ചർ പറയുന്നത് പ്രാപിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ എപ്പോഴും ഒരു
ഒരു ഫ്ലോ ഉണ്ട്, ഫ്രം അപ്വേർഡ് ടു ഡൗൺവേർഡ്. പഠിച്ചു കാണാം. ഇറ്റ്സ് എ ഫ്ലോ. ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അത് ടീച്ചർ പഠിപ്പിക്കുമ്പോൾ പിള്ളേർ താഴെ ഇരിക്കും, ബെഞ്ചിലിരിക്കും. പണ്ട് കാലത്ത് മരത്തിൻ്റെ അടിയിലിരിക്കും. എന്നാൽ പഠിപ്പിക്കുന്ന ഗുരു ഒരു പ്ലാറ്റ്ഫോമിൽ ഉയർന്നിരിക്കും. കാരണം എന്താണ്? കാരണം എപ്പോഴും പ്ലാറ്റ്ഫോമിൽ കൂടെ മുകളിൽ കൂടെ താഴേക്ക് വരുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് എപ്പം കിട്ടുന്നത്? ഇരിക്കുമ്പോൾ. പഠിക്കുവാൻ, നമ്മൾ ആള് മാറുവാൻ, നമ്മുടെ വ്യക്തിത്വം മാറുവാൻ, നമ്മുടെ പഴയ പഠിച്ചതൊക്കെ എടുത്തു കളഞ്ഞ് പുതിയ പ്രാപിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഇരിക്കണം. യേശു പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ എവിടെ ഇരിക്കണമെന്ന് യേശു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എവിടെ ഇരിക്കണം? യെരുശലേമിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. യെരുശലേമിൽ എൻ്റെ പ്രോമിസിന് വേണ്ടി കാത്തിരിക്കണം. നിങ്ങൾ ക്ലാസ് റൂമിലല്ലാതെ വേറെ ക്ലാസ്സിൽ പോയാൽ, ഇന്നലെ എൻ്റെ നെവ്യൂ, ചേച്ചിയുടെ മകൻ, അവർ US ഈ US എന്ന് പറഞ്ഞാൽ അവിടെ ക്ലാസ് റൂംസ് പലയിടത്താണ്. ഒരു അവർ കഴിഞ്ഞാൽ അടുത്ത അവറിന് അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോകണമായിരിക്കും. അപ്പോൾ ഇവൻ നടന്ന് വഴി തെറ്റിപ്പോയി. അവൻ പറഞ്ഞ് ക്ലാസ് എന്ത് ചെയ്യുന്ന അവൻ അറിയത്തില്ല. പ്രിൻസിപ്പൾ പറഞ്ഞു എവിടെ പോകുന്നത്? ഇപ്പം എൻ്റെ ക്ലാസ് അവിടെയാണ്. പുള്ളി പറഞ്ഞാൽ ബാ. അപ്പം ലേറ്റ് മാർക്ക് ചെയ്തു, അറ്റൻഡൻസ് ലേറ്റ് മാർക്ക് ചെയ്തു. കാരണം എന്താ? ഇരിക്കേണ്ടിയ സമയത്തിരുന്നില്ലെങ്കിൽ പ്രാപിക്കേണ്ട വിഷയം പ്രാപിക്കത്തില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഇരിക്കേണ്ട സ്ഥലത്ത് ആ സമയത്ത് ഇരുന്നില്ലെങ്കിൽ പ്രാപിക്കേണ്ട വിഷയം പ്രാപിക്കത്തില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ വാദത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ആമേൻ. കാത്തിരിപ്പ്. ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. ഇനി കാത്തിരിക്കാന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എസ്പെഷ്യലി ഇന്ത്യക്കാർക്ക് അത്രയും പ്രശ്നം. കാരണം നമ്മളൊക്കെ പണ്ട് തൊട്ടേ യൂസ്ഡ് ആണ്. കാരണം 1 മണിക്കൂറിൽ വരുമെന്ന് പറയുന്ന ട്രെയിന് 5 മണിക്കൂർ കഴിഞ്ഞാൽ വരുന്നത്. അത് നമ്മൾ പണ്ട് തൊട്ടേ യൂസ്ഡ്. എസ്പെഷ്യലി നിങ്ങൾക്കറിയത്തില്ല, നോർത്ത് ഇന്ത്യയിലുള്ള ഞങ്ങൾക്കറിയായിരുന്നു. 1 മണിക്കൂർ വരുമെന്ന് പറയുന്ന വണ്ടി 8 മണിക്കൂർ കഴിഞ്ഞ് വന്ന ഒരു അനുഭവം എനിക്കുണ്ട്. ഞങ്ങൾ ഇരുന്നിരുന്ന് ഇപ്പം വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ 8 മണിക്കൂർ കഴിഞ്ഞ് കയറി അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് കാത്തിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ വില കൊടുക്കാൻ വേണ്ടി കർത്താവ് പറയുകയാ. എന്തിനു വേണ്ടിയാ? ഇരുന്ന് കഴിഞ്ഞ് അങ്ങനെ തന്നെ പോകാൻ വേണ്ടിയല്ല. ഇരുന്ന് പ്രാപിച്ച് കഴിയുമ്പോൾ ഒരു യാത്രയുണ്ട്. അതിനു വേണ്ടി കർത്താവ് നമ്മളെ ആദ്യം ഒന്ന് ഇരുത്തി നമ്മളെ ട്രെയിൻ ചെയ്യും. ഹല്ലേലൂയ. യെരുശലേമിൽ കർത്താവ് അവരെ ഇരുത്തി. ആമേൻ. അവൻ 8-ാം വാക്യം എന്താണ് വായിക്കുന്നത്? എന്നാൽ നിങ്ങൾ ഇങ്ങനെ ഇച്ചിരി ഇരുന്ന് കഴിയുമ്പോൾ, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുമെന്ന് യേശു ഒരു പ്രോമിസ് കൊടുക്കുമ്പോൾ, നിങ്ങൾ കാര്യം ഓർക്കണം. യേശു പറഞ്ഞ ഒരു വിഷയമാണ് ദ ഗ്രേറ്റ് കമ്മീഷൻ. അതെന്താണ്? യു ഗോ ഔട്ട് ഇൻ ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ടു എവറി ക്രീച്ചർ. യേശു പറഞ്ഞ ഗ്രേറ്റ് കമ്മീഷന്റെ ഫുൾഫിൽമെന്റ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആ സ്റ്റാർട്ട് കാത്തിരിപ്പില്ല. ആമേൻ. നമുക്ക് പലർക്കും താല്പര്യം പോയി മിനിസ്ട്രി ചെയ്യാം, യാത്ര ചെയ്ത് പല ഫെയിം ലഭിക്കാൻ നമുക്ക്. യേശു പറയുക, നിങ്ങളിപ്പം പോകരുത്, ഇപ്പം കാത്തിരിക്കുക. ഇപ്പം നിങ്ങൾ ഇരിക്കുക. ഇരുന്ന മാത്രം പോരാ, കാത്തിരിക്കുക. എത്ര നേരം ഇരിക്കുക അതറിയത്തില്ല. യേശുവിൻ്റെ പ്രോമിസ് ലഭിക്കുന്ന സമയം വരെ കാത്തിരുന്നേ മതിയാകും. ഹല്ലേലൂയ. അങ്ങ് ശിഷ്യന്മാരെല്ലാവരും കൂടി അവര് കാത്തിരിക്കാൻ തീരുമാനിച്ചു. പ്രൈസ് ഗോഡ്. അവിടെ നമുക്ക് വായിക്കാം 2-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്കത് വായിക്കാം. ഇനി നോക്കണേ, ഈ എല്ലാവരും എന്ന് നമുക്ക് അതിന് മുമ്പ് വായിക്കണം. അത് 12 തൊട്ട് വായിക്കും. 1-12 തൊട്ട്. യെസ്. അവർ മാളികയുടെ മുകളിൽ കയറിപ്പോയി. ഇവിടെ എല്ലാവരും ചേർന്നിരിക്കുക, ഓരോരോ പേരെടുത്ത് പറയുകയാ. ആമേൻ. യേശുവിൻ്റെ കൂടെ നടന്നവർ അവരുടെ എല്ലാം പേരെടുത്ത് പറയുകയാ. ഇവർ എല്ലാവരും ഒരു മനസ്സോടെ അവിടെ കാത്തിരുന്നു.
മാത്രമല്ല അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യേശുവിൻ്റെ അമ്മയായ മറിയയും അവിടെ കാത്തിരുന്നു. അപ്പം മറിയയ്ക്ക് എന്ത് വേണം? മറിയയ്ക്ക് സാക്ഷിയാണെങ്കിൽ ശക്തി, ശക്തി വേണം? ദ പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ആമേൻ, ആമേൻ. ശിഷ്യന്മാരുടെ കൂടെ 120 പേരുടെ കൂടെ ആമേൻ അമ്മയായ മറിയയും കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? വചനം പറയുന്നു ആവശ്യമുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, ആമേൻ, യേശു വിളിച്ച് എല്ലാവരും കൂടെ എന്തിനു വേണ്ടിയാ? സാക്ഷിയാകുവാൻ. ആമേൻ. ലൂക്കോസ് മറിയോടാണ് ലൂക്കോസ് സുവിശേഷം എഴുതുമ്പം ഒരു ഇൻ്റർവ്യൂ എടുത്ത് എല്ലാം എഴുതി വെക്കുന്നത് അല്ലേ? അങ്ങനെ പറയുന്നത്. ആമേൻ. ഹി ഇൻ്റർവ്യൂഡ് മേരി. അമ്മയോട് ഇൻ്റർവ്യൂ എടുത്ത് പല ഡോക്യുമെൻറ്റ്സ് എഴുതുമ്പോൾ സാക്ഷിയാകുകയാണ്. പക്ഷേ എന്ത് വേണം അതിനു വേണ്ടി? ആമേൻ, ശക്തി പ്രാപിക്കണം. ആമേൻ. ഒരു കാര്യം പറഞ്ഞോട്ടെ, സംസാരിക്കാൻ മാത്രം ശക്തിയല്ല, എഴുതുവാൻ, ചിലർ നിങ്ങൾ എഴുതുവാനും ചില ട്രാക്റ്റ് എഴുതുവാനും ശക്തി ആവശ്യമുണ്ട്. ആമേൻ. ഇവിടെ എഴുതി നോക്കിക്കേ, 14% എഴുതിയിരിക്കുന്നത്, ദീസ് ഓൾ കണ്ടിന്യൂഡ്. ഇവരെ എല്ലാവരും കണ്ടിന്യൂ ചെയ്യും. നമുക്കൊക്കെ സാധാരണ എത്ര ദിവസം ടാരി മീറ്റിംഗ് ആണ്? 3 ദിവസം. ഇനി 3 ദിവസം കിട്ടിയില്ലെങ്കിൽ, അത് പണ്ടായിരുന്നു. ഇപ്പം 3 ദിവസം കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ പൊക്കോളൂ. ആൻറ്റി പറഞ്ഞ 7 ദിവസം. അത് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. 3 ദിവസം കിട്ടിയില്ലെങ്കിൽ ബിരിയാണി കഴിച്ച് നിങ്ങൾ തിരിച്ച് വീട്ടിൽ പൊക്കോണം. പക്ഷേ അന്ന് അങ്ങനെയല്ല. അന്ന് എഴുതിയിരിക്കുന്നത് ദീസ് ഓൾ കണ്ടിന്യൂ. അവരെല്ലാവരും ആമേൻ ഫാസ്റ്റിംഗ് പ്രേയറിൽ കണ്ടിന്യൂ ചെയ്തു. ആമേൻ. they were all ഫാസ്റ്റിംഗ് അല്ല, അവരെല്ലാം കാത്തിരിപ്പിൽ കണ്ടിന്യൂ ചെയ്തു. എന്താ എഴുതിയിരിക്കുന്നത്? ഒരു മനസ്സോടെ പ്രാർത്ഥന കഴിച്ച് പോന്നു. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് പറ്റുമോ? ആമേൻ, ആമേൻ. നമുക്കിങ്ങനെ ചെയ്യണം കേട്ടോ. പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് അവധിയൊക്കെ എടുത്ത് ഒരു മനസ്സോട് ഇവിടെ നിന്ന്, ഇവിടെ എല്ലാം ഒരു റൂമുണ്ട്, ബാത്റൂമുണ്ട്, വീട്ടിൽ പോവാതെ ഇവിടെ ഇരിക്കണം. പറ്റുമോ? നമുക്ക് ചെയ്യാം. നമ്മൾ ദൈവം സഹായിക്കും കേട്ടോ. ഞാൻ പറഞ്ഞു ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഒന്നുകൂടെ വായിക്കാമോ? ആ 14th വേഴ്സ് ആൻറ്റി. ഇവരെല്ലാവരും ഒരുമനപ്പെട്ട്. അപ്പം അതിൻ്റെ അർത്ഥം ഈ ദിവസങ്ങളിലെല്ലാം അവിടെ നടന്ന കാര്യങ്ങൾ, പ്രാർത്ഥനയും വചനധ്യാനവും യേശു ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത്, ആമേൻ, എൻ്റെ ചിന്ത അങ്ങനെയാണ്, യേശു പറഞ്ഞ വിഷയങ്ങളെയൊക്കെ ഓർത്ത്, ആമേൻ, യേശു പറഞ്ഞ പ്രോമിസസിനെ ഓർത്ത് ഇവർ എല്ലാവരും അവിടെ ഒരു മനസ്സോടെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു മനസ്സില്ലാത്ത ഏത് പ്രാർത്ഥന മുറിയിലും, ആമേൻ, ഏത് ചർച്ചിൻ്റെ ഹാളിലും, ഏത് കുടുംബത്തിലും, ആമേൻ, ആമേൻ, നിങ്ങൾ എവിടെ പോയാലും ഒരു വൺ അക്കോർഡ് ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തില്ല. ആമേൻ. പലപ്പോഴും ആമേൻ നമ്മൾ തടസ്സമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആമേൻ, വി ആർ നോട്ട് വൺ അക്കോർഡ്. ആമേൻ. അവിടെ ആമേൻ, അവിടെ ഒന്ന് ആൻറ്റി വായിക്കാമോ? 15ാം വാക്യം. യെസ്, യെസ്. ഓക്കെ. ഇവിടെ നമ്മൾ വായിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച്. ആമേൻ. എങ്ങനെ യൂദാസ് മരിച്ചു, ആ വിഷയങ്ങളെല്ലാം വായിച്ചു കഴിയുമ്പോൾ ആമേൻ ഈ കാത്തിരിപ്പ് കണ്ടിന്യൂ ആയിട്ട്, ആമേൻ, ആമേൻ, അവര് മത്തിയാസ് തിരഞ്ഞെടുക്കുന്ന ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. ആമേൻ. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് 2ാം അധ്യായത്തിന് 1ാം വാക്യത്തിൽ വരുമ്പോൾ പെന്തിക്കോസ് നാൾ വന്നപ്പോൾ, അതിൻ്റെ അടുത്ത വാക്യം വായിച്ചു ആൻറ്റി. ഒന്നിച്ചു കൂടിയിരുന്നു. ഇതിന് മുമ്പ് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായി ഞാൻ കേട്ടിട്ടില്ല, അത് കഴിഞ്ഞും കേട്ടിട്ടില്ല. അവൻ പെട്ടെന്ന് കുടിയെ കടിക്കുന്ന പോലെ ഒരു ഭയങ്കര മുഴക്കമുണ്ടായി. വാട്ട് ഹാപ്പൻഡ്? ഞാനിപ്പോൾ ഈ കേൾക്കാൻ ഒരു കാര്യമുണ്ട്. അന്യഭാഷയെ കുറിച്ച് പലരും പ്രസംഗിക്കാറുണ്ട്. അന്യഭാഷയൊക്കെ ഇപ്പം ശരിയല്ലെന്ന് പറയുന്ന കാലഘട്ടം നമ്മൾ ഇരിക്കുന്നത്. പലരും പറയുന്നത് അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ അത് നിന്നുപോയെന്നാണ് പറയുന്നത്. അത് വളരെ തെറ്റായ ഒരു ദുരുപദേശമാണ് കേട്ടോ. വചനം പഠിപ്പിക്കുന്നത് ആമേൻ, ഐ സ്പീക്ക് മോർ ഇൻ ടങ്സ് ദാൻ എനി ഓഫ് യു. പോൾ പറയുകയാണ്, നിങ്ങളും അത് ഇച്ഛിക്കണം. ഏത് കാര്യം? അന്യഭാഷ അഭിഷേകത്തിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നിങ്ങളും താല്പര്യപ്പെടണം, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളും താല്പര്യപ്പെടണമെന്ന് പോൾ പറയുന്നുണ്ട്. ആമേൻ. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവരെല്ലാവരും ഒരു മനസ്സോടെ.
ബൈബിളിൽ എഴുതിയേക്കുന്ന, പുതിയ നിയമത്തിൽ എഴുതിയേക്കുന്ന ഓരോ കാര്യങ്ങളും അത് നമുക്ക് വേണ്ടിയും കൂടെയാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അവർ കാത്തിരുന്നാൽ നമ്മളും കാത്തിരിക്കണം. അവർ വചനം വായിച്ചാൽ നമ്മളും വചനം വായിക്കണം. അവർ അഭിഷേകം പ്രാപിച്ചാൽ നമ്മളും അഭിഷേകം പ്രാപിക്കണം. അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരിക്കലും മാറാൻ കഴിയത്തില്ല പ്രിയമുള്ളവർ. ഹല്ലേലൂയ. വായിക്കാം. അതിൻ്റെ മൂന്നാമത്തെ, അത് രണ്ടോട്ട് ആൻറ്റി വായിച്ചു, 2-3 വായിച്ചു. യെസ്. യെസ്, വായിച്ചോ ആൻറ്റി. അന്ന് യെരൂശലേമിൽ അവൻ സകല രാജ്യങ്ങളിൽ നിന്നും ഭക്തിയുള്ള പുരുഷന്മാരോട് ഉണ്ടായിരുന്നു. യഹൂദ പുരുഷന്മാർ എന്നുണ്ടായിരുന്നു. കാത്തിരുന്ന് അഭിഷേകം പ്രാപിച്ച അന്ന് യേശു എന്താ പറഞ്ഞേ? നിങ്ങൾ എവിടെ കാത്തിരിക്കണം എന്ന് പറഞ്ഞത്? യെരൂശലേമിൽ. നമ്മളെന്ത് ചെയ്യും? നമ്മൾ ചർച്ച വരുത്തുന്ന വീട്ടിൽ കാത്തിരിക്കും. ആമേൻ. യെരൂശലേമിൽ കാത്തിരിക്കാൻ പറഞ്ഞാൽ അവിടെ ഒരുപാട് ഒരു ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം? അന്ന് പെന്തിക്കോസ്തിന്റെ പെരുന്നാളിന്റെ അന്ന് എന്ത് പറ്റി? അവനവിടെ ഇങ്ങനെ എഴുതിക്കുന്നത്, ആമേൻ, ഡിവൗട്ട് മെൻ, അവൻ ജെറുസലേമിൽ അവിടെ കൂടി വന്നു. ഫ്രം എവറി നേഷൻ അണ്ടർ ഹെവൻ, എല്ലാം രാജ്യങ്ങളിൽ നിന്ന് അവൻ ജനങ്ങൾ അവിടെ പോയി. അവരെല്ലാവരും അവിടെ പെരുന്നാളിന് വേണ്ടി പോയിരിക്കുമ്പോൾ എന്ത് പറ്റി? ഇത്രയും വർഷങ്ങളില്ലാത്തൊരു പ്രശ്നം അവിടെ ഉണ്ടായി. എന്താ? ഒരു ഭയങ്കര ബഹളമുണ്ടായി. പണ്ടോട്ടെ ബന്ധുസാർക്ക് ഒരു പ്രശ്നമുണ്ട്. ബഹളം ഉണ്ടാക്കുന്നവരാണെന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കാറുണ്ട്. ആമേൻ. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മളും ശാന്തരായി മാറി വരികയാണ്. അങ്ങനെ ശാന്തരാകേണ്ട ആവശ്യമൊന്നുമില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആസ് ഡേവിഡ് സേസ്, എൻ്റെ സർവാന്തരംഗമേ അവൻ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവ വാഴ്ത്തുക. ഉപകാരങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും ശരീരം കൊണ്ടും ആത്മാവും കൊണ്ടും അല്ലയോ ഉച്ചത്തിൽ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. ഹല്ലേലൂയ. അല്ലാതെ അവിടെ പോയി ഇങ്ങനെ ചെയ്തിട്ട് അല്ല പറയുന്നത്. ആത്മാവിൽ നിറഞ്ഞ് ഉച്ചത്തിൽ ആർപ്പിടാൻ വചനം പറയുന്നുണ്ട്. It says, shout aloud, sing praise God aloud. Hallelujah. എന്താ എഴുതിയിരിക്കുന്നത്? 6-ാം വാക്യത്തിൽ അവർ വന്നപ്പോൾ, ആൻറ്റി വായിച്ചോ, പുരുഷാരമെല്ലാം വന്നുകൂടി, സകല രാജ്യക്കാരും. അപ്പൊ ഇന്ത്യക്കാരും കാണും അവിടെ. ഇവരെല്ലാം വന്ന് അവിടെ കൂടി. എന്താ കാരണം? എന്താ മുഴക്കം? എന്തൊരു ശബ്ദം? എല്ലാവരും വന്നുകൂടി. എന്ത് പറ്റി? അതിന് പിന്നെ എല്ലാവരും അവരുടെ ഓൺ ഭാഷ കേട്ടപ്പോൾ അമർന്നു പോയി. They all were amazed when they heard their own language. അന്യഭാഷ ഒരു വരമാണ്. വരം എപ്പോഴാകുന്നത്? നമ്മൾ പറയുന്ന വരമാണോ? ചോദ്യം. വാട്ട് വി സ്പീക്ക് അതൊരു വരമാണോ അതൊരു അടയാളമാണോ? അന്യഭാഷ അടയാളമുണ്ട്, അന്യഭാഷ വരമുണ്ട്. എന്താ ഒരു വരം എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എ ഗിഫ്റ്റ്? എന്താ ഒരു വരം? ഒരു വരം സഭയ്ക്ക് ആത്മവർദ്ധന വരുത്തും. ശരിയല്ലേ? എവറി ഗിഫ്റ്റ് എഡിഫൈസ് ദ അതർ പേഴ്സൺ. പക്ഷെങ്കിൽ അന്യഭാഷ വരുത്തുന്ന ആരാ? സെൽഫ്. നമ്മളെയാണ് അന്യഭാഷ നമുക്ക് വേണ്ടിയുള്ളത്. ഇറ്റ് ഇസ് ടു എഡിഫൈ. പക്ഷെങ്കിൽ എപ്പോഴാണ് അത് ഗിഫ്റ്റായി മാറുന്നത്? ഒരു ചൈനക്കാരൻ വന്നു, ഇത് അന്യഭാഷ സംസാരിച്ചു. യു സ്പീക്ക് ഇൻ ചൈനീസ്. അതെന്തോ ഞാൻ പേര് മറന്നുപോയി. അദ്ദേഹം വീട്ടിൽ വന്നിരുന്ന വലിയൊരു ജ്ഞാനീയ മനുഷ്യനാണ്. പുള്ളി ഇരിക്കും നോക്കുമ്പോൾ ഞങ്ങളിങ്ങനെ അന്യഭാഷ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ചോദിച്ചു, ഡു യു സ്പീക്ക് ഗുജറാത്തി? എന്നോടല്ല, പാസ്റ്ററിനോട്. പാസ്റ്റർ പറഞ്ഞു, ഗുജറാത്തി ഒന്നും എനിക്കറിയത്തില്ല. യു ജസ്റ്റ് സ്പോക്ക് ഗുജറാത്തി, നിങ്ങളിപ്പോൾ പറഞ്ഞത് ആ ഭാഷയാണല്ലോ. പുള്ളി പറഞ്ഞില്ല, എനിക്ക് യു ജസ്റ്റ് സെഡ് അബൌട്ട് ദി വെൽഫെയർ ഓഫ് മാൻകൈൻഡ്, മനുഷ്യരുടെ നന്മയുടെ കുറിച്ച് നിങ്ങളിപ്പോൾ അന്യഭാഷ സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം അതിശയമായിപ്പോയി. കാരണം പുള്ളിക്ക് ഹീനു ഗുജറാത്തി. അവൻ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാവുന്നില്ല, ഞാൻ കേട്ടൊരു അനുഭവം ഇങ്ങനെയുണ്ട്. നോർത്ത് ഇന്ത്യയിൽ പോയി ഹിന്ദി അറിയാതെ അന്യഭാഷ പ്രസംഗിച്ച പാസ്റ്ററിനെ ഞാൻ കേട്ടിട്ടുണ്ട് ഹിന്ദിയിൽ. അത് അന്യഭാഷ അവന് ഒരു ഗിഫ്റ്റാ. അത് ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 6-ാം വാക്യത്തിൽ അവരെല്ലാം ചേർന്ന് വന്നു. അവരുടെ ഭാഷ കേട്ട് they were amazed. അവിടെ ഹിന്ദിയും പറഞ്ഞ് കാണാം അവരന്ന്. തോമസ് ഒക്കെ ഹിന്ദി ആയിരിക്കും പറഞ്ഞത്, എനിക്കറിയത്തില്ല. അടുത്ത വാക്യം വായിച്ചേ. ഹിന്ദിയും തമിഴും തോമസ് പറഞ്ഞ് കാണാം. ഹല്ലേലൂയ. 7-ാം വാക്യം വായിച്ചേ.
എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ആ ഗലീലക്കാര്, മീൻ പിടിക്കുന്നവർ, മുക്കവന്മാര്, ഇവന്മാരെങ്കിൽ എല്ലാം എങ്ങനെയാണ് ലോകത്തിലുള്ള എല്ലാ ഭാഷയും പഠിച്ച് എങ്ങനെ ജർമ്മനി പോകണമെങ്കിൽ A1 A1 A2 B1 B2 പഠിച്ച് MBA-ക്കാരൊക്കെ പഠിച്ച് പോകുമ്പോൾ എന്താ പ്രയാസം അറിയാമോ നിങ്ങൾക്ക്? എന്നാൽ ഇവർ പറയുക ഗലീലക്കാർ ഇപ്പം എന്ത് ചെയ്യുക, അവർ എല്ലാ ഭാഷയും പറയുന്നുണ്ടല്ലോ, ഇവർ എങ്ങനെ പറയുന്നു എന്ന് ചിന്തിക്കുമ്പോൾ താഴത്ത് വായിക്കാൻ വേണ്ടി നിങ്ങൾ സാഹചര്യം ഓർത്ത് നോക്കി, ഇത് എങ്ങനെ സംസാരിക്കുന്നു. അവസാനം അവർക്കൊരു ഉത്തരം കിട്ടി. ഇവരെല്ലാം അതിശയിച്ചു, ആശ്ചര്യപ്പെട്ടു. ഇത് എങ്ങനെ പാർസി ഭാഷയുണ്ട്, അറബി ഭാഷയുണ്ട്, ഹിന്ദിക്കാരുടെ ഭാഷയുണ്ട്, സംസ്കൃതം കാണും, മലയാളികളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അവസാനം വന്നിട്ട് ഇതിനൊരു ആൻസർ കിട്ടി. എന്തുകൊണ്ട് സംസാരിക്കുന്നത്? അതിൻ്റെ ആൻസർ 11-ാം വാക്യത്തിലുണ്ട്. എന്താ അത്? 13th verse, 13-ാം വാക്യം. ഇവർ പൊതുവീഞ്ഞ് കുടിച്ചിട്ടുണ്ടെന്ന് ചിലർ പരിഹസിച്ചു. മനസ്സിലായോ? അപ്പൊ അവർക്ക് കിട്ടിയ ആൻസർ എന്താ? വീഞ്ഞ് കുടിച്ചാൽ ഭാഷകൾ പറയാമെന്ന് അവർ ധരിച്ചു. മനസ്സിലായോ? ഇപ്പൊ ഗലീലക്കാർ വീഞ്ഞ് കുടിച്ചാൽ അവർക്ക് ഒത്തിരി ഭാഷകൾ നടക്കുന്ന കാര്യമാണോ? ആണോ? ഭൂതം ബാധിച്ച നടക്കുന്നത് എനിക്കറിയാം, ഭൂതം ബാധിച്ചവർക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ വീഞ്ഞ് കുടിച്ച് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. പക്ഷെ അവരുടെ കൺക്ലൂഷൻ എന്താ? വീഞ്ഞ് കുടിച്ച് മത്തനായതുകൊണ്ട് ഇവരുടെ വായിൽ നിന്ന് വന്ന ഭാഷ ഏതാ? അറബി വന്നു. അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കത്തില്ല. ഈ അഭിഷേകം ഇറങ്ങി കഴിഞ്ഞ് ഇവർ ഇരുന്ന് കഴിഞ്ഞ് കാത്തിരുന്ന ശേഷം പത്രോസ് അവരുടെ മധ്യയിൽ എഴുന്നേറ്റു. വേഴ്സ് 14 എന്താ പറയുന്നത്? അവൻ പത്രോസ് 11 പേരുടെ കൂടെ നിന്നു. അപ്പം 11 പേര് നിപ്പുണ്ട്, കൂടെ ഇവന് നിന്നു. ഇവൻ നിന്നോണ്ട് ഇവൻ മുമ്പിൽ നിന്ന് പറയുന്നത് ഉറക്കെ അവരോട്. നമ്മൾ ഇവിടുന്ന് ഇതൊക്കെ പഠിക്കണം. ഉറക്കെ പലരും വെക്കാറുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇൻ ദ യൂട്യൂബ്, വൈ ഡു യു ഷൗട്ട് ലൗഡ്ലി? പറയാം. പത്രോസ് പറഞ്ഞു, ഞാൻ പിന്നെ എന്താ പറയാതിരിക്കുന്നത്? അവൻ ഉറക്കെ എന്ന് പറഞ്ഞു. യെസ് 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 വായിച്ചോ ആൻറ്റി. Yes. 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 എൻ്റെ ആത്മാവിനെ പകരും. എൻ്റെ ദാസന്മാരുടെ അല്ലെ, ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് യോയേൽ പ്രവാചകൻ പ്രവചിച്ച നിവൃത്തിയുടെ ആകുവാനെന്ന് ഈ എഴുന്നേറ്റ് നിന്ന് ആര് പറഞ്ഞു? പത്രോസ് പറഞ്ഞു. ആമേൻ. ഇരിക്കുന്നവൻ എഴുന്നേറ്റു. ആമേൻ. കാത്തിരിക്കുന്നവർ വൺ ഡേ നിങ്ങൾ എഴുന്നേക്കും. എപ്പോൾ എഴുന്നേക്കും? ശക്തി പ്രാപിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എഴുന്നേക്കും. ആമേൻ. ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് വേലക്കാരുടെ മുമ്പിൽ, ഒരു സ്ത്രീയുടെ മുൻപിൽ യേശു ആരാന്ന് പറയാൻ ഭയപ്പെട്ട് പത്രോസ് ഹല്ലേലൂയ പറയുകയാണ്. നിങ്ങൾ ഹല്ലേലൂയ, the God whom you nailed on the cross, അവനെ ഞാൻ ഉയർത്തുന്നു. കാരണം എന്താ? എന്റെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ആ അഭിഷേക നിമിത്തം ഇനി ഞാൻ ഇരിക്കുകയില്ല, ഞാൻ നടക്കും, ഞാൻ വചനത്തെ സംസാരിക്കും. ഹല്ലേലൂയ. ആമേൻ. അതാണ് ശക്തി. ആമേൻ. കാത്തിരുന്നാൽ പേഴ്സണാലിറ്റിക്ക് മാറ്റം ഉണ്ടാകും. പലർക്കും വിശ്വാസമില്ല. കാത്തിരുന്നാൽ മാത്രം. പലരും പറയാറുണ്ട്, എനിക്ക് വലിയ പേടിയാ. സുരേഷ് പറയാൻ വലിയ പേടിയാ. പേടി എന്തുകൊണ്ടാ? നിന്റെ അഭിഷേകം കുറവാ. നീ അഭിഷേകത്തിന് കാത്തിരിക്കുക. നീ കാത്തിരുന്നാൽ അവൻ മരിക്കാനും നീ തയ്യാറാകും. ഹല്ലേലൂയ. അതാണ്, that is the power of the Holy Ghost. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എനിക്ക് ഒത്തിരി പറയാനുണ്ട്, ഞാൻ അതിലേക്ക് സമയം തീരെയില്ല. എന്നാൽ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാത്തിരുന്ന് അഭിഷേകം പ്രാപിച്ച ശിഷ്യന്മാരെ ദൈവം അവരെ യൂസ് ചെയ്ത് തുടങ്ങി. ഒരു ദിവസം 3000 പേര് സ്നാനപ്പെട്ട ഹിസ്റ്ററി നമ്മൾ കാണുന്നുണ്ട്. ഞാൻ കേട്ടു ബീഹാറിൽ, ഇത് ലൈവ് പറഞ്ഞാൽ ശരിയാണെന്ന് എനിക്കറിയത്തില്ല, ബീഹാറിൽ ആരും മീഡിയയും പത്രവും ആരും അറിയാതെ 500-1000 പേരെ പെർ ഡേ സ്നാനപ്പെടുത്തിയ വിഷയങ്ങളൊക്കെ എനിക്കറിയാം. അന്ന് ഞാൻ ബീഹാറിലുണ്ട് ആ സമയത്ത്. അതുകൊണ്ട് പരിശുദ്ധാത്മ ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ
നമുക്ക് സ്ഥാനപ്പെടുത്തേണ്ടി വരും. എങ്ങനെ 3000 പേര് ഒരു ദിവസം വിശ്വസിക്കുന്നു? ഈ സഭയിൽ അങ്ങനെ ചില കാത്തിരിപ്പ് നടക്കണം. നടന്ന് പിള്ളേരൊക്കെ അഭിഷേകം പ്രാപിക്കണം. ആത്മനിറവിൽ പ്രായമുള്ളവരും ചെറുപ്പക്കാരും ദാസന്മാരും ദാസിമാരും ദൈവം പറയുന്നു, നിങ്ങൾ കാത്തിരുന്നാൽ മാത്രം മതി. നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ സംസാരത്തിന് വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നടപ്പിൽ ചെയ്യുന്നുണ്ടാകും. നിങ്ങൾ എവിടെ നടക്കുന്നോ അവിടെ എല്ലാം യേശു എന്ന് പേര് ഉയരും. യഹോവയെന്ന് യഹോവനിസി എന്ന് ജയത്തിൻ്റെ കൊടി അവിടെ എല്ലാം ഉയരും. ഇന്ന് പകൽക്കാലം ആത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി താല്പര്യം കാണിച്ചാൽ നിങ്ങൾ ത്രൂ ഒരു വലിയ പ്രവൃത്തി വെളിപ്പെട്ട് വരും. നമുക്കെല്ലാം എഴുന്നേക്കാം, സ്തോത്രാഴ്ച എടുക്കാൻ വേണ്ടി നമുക്ക് ആമേൻ സമർപ്പിക്കാം. ഹല്ലേലൂയ. Let's all stand up and take the offering. Hallelujah.